ഈ കൊൽക്കത്ത ആർജിക്കർ ആശുപത്രി അടിച്ചു തകർത്ത റെസിഡന്റ് ഡോക്ടർമാർ ഉൾപ്പെടെ ആക്രമിച്ച സംഭവത്തിൽ ഇതുവരെ 19 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. 40 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആർജിക്കർ ആശുപത്രിയിൽ വനിതാ ഡോക്ടർ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിൽ ഡോക്ടറുടെ സുഹൃത്തുക്കളുടെയും ബാച്ച്മേറ്റുകളുടെയും മൊഴി CBI സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നിലധികം പേർ ഈ ക്രൂരകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതും CBI അന്വേഷിക്കുകയാണ്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, ഇപ്പോൾ ഈ പിടിയിലായ പ്രതിയുടെ ഫോൺ രേഖകളൊക്കെ ശേഖരിക്കുന്നുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഒരാൾ മാത്രമല്ല, കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണോ CBIയുടെ സംശയം? ആര്യ, ഒരാളല്ല, കൂടുതൽ ആളുകൾ ഈ കൃത്യത്തിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ CBIയുടെ നിഗമനം. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള സഞ്ജയ് റോയുടെ മൊബൈൽ രേഖകൾ പരിശോധിക്കുന്നതിലൂടെ അയാൾക്ക് ആരൊക്കെയായിട്ട് ബന്ധമുണ്ടായിരുന്നു, മാത്രമല്ല ആ കൃത്യം നടക്കുന്ന സമയത്ത് അയാൾ ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളൊരു ശ്രമമാണ് CBI നടത്തുന്നത്. അതുമായി ഈ മറ്റ് കൂട്ടുപ്രതികളിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി എന്തായാലും ഇപ്പോൾ CBI സംഘം നിലവിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ന് 4 ഡോക്ടർമാർക്ക് കൂടി സമൻസ് കൊടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരാകാൻ. അതും ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിലുള്ളവർ തന്നെയാണ്. ഇന്നലെ 8 പേരെ ചോദ്യം ചെയ്തിരുന്നു. ഇന്നിപ്പോൾ 4 പേർക്ക് കൂടി സമൻസ് നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് CBI വ്യക്തമാക്കിയിരിക്കുന്നത്. ആ 4 പേരെ കൂടുതൽ ചോദ്യം ചെയ്യും. അതിനപ്പുറത്തേക്ക് ഈ 31-കാരായ യുവ ഡോക്ടറുടെ വ്യക്തിബന്ധങ്ങളിലേക്കും ഈ ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. പ്രത്യേകിച്ചും സഹപാഠികളെയും അതുപോലെ തന്നെ ബാച്ച്മേറ്റുകളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം മൊഴിയെടുക്കാനാണ് നിലവിൽ CBIയുടെ ശ്രമം. കാരണം ഈ വർക്ക് പ്ലേസുമായി ബന്ധപ്പെട്ടുള്ള ചില സാഹചര്യങ്ങൾ, ചില കാരണങ്ങൾ ഈ കൃത്യത്തിലേക്ക് നയിച്ചു എന്നുള്ള ആരോപണം അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ വൈകാതെ തന്നെ മറ്റ് പ്രതികളിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് CBIക്കുള്ളത്. പരമാവധി എല്ലാവരുടെയും മൊഴിയെടുത്ത് തന്നെ പ്രത്യേകിച്ച് ബംഗാളിൽ നിന്ന് ഇപ്പോൾ ഇതിലൊരു നീതിയുക്തമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബംഗാൾ മുഖ്യമന്ത്രി തന്നെ ഒരു പ്രതിഷേധ റാലിക്ക് തുടക്കമിടാൻ പോവുകയാണ് എന്നുള്ളതാണ്.